പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാം അധ്യായമായ പ്ലാനിങ്ങിൽ അതിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. പ്ലാനിങ്ങിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പ്ലാനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, limitations of planning, and then process of planning, steps in planning. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യം, ഏതൊരു പ്രോജക്റ്റ്, ഏതൊരു ബിസിനസ് ഓപ്പറേഷൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പും അതിനൊരു പ്ലാനിങ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ആ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റൽ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്ത് നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാനിങ്, എന്തൊക്കെ തരം പ്ലാനുകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരാൻ പോകുന്ന കാലത്തെ നേരത്തെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇനി എന്തൊക്കെ തരം ആ പ്ലാനുകൾ നടപ്പിലാക്കുമ്പോൾ എല്ലാ പ്രോജക്റ്റിലും എല്ലാ ഓപ്പറേഷനും ഒരേ തരം പ്ലാനുകളല്ല. അപ്പോൾ എന്തൊക്കെ തരം പ്ലാനുകളാണ് നമുക്കുള്ളത് എന്നതാണ് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പ്ലാനിങ്. സാധാരണ ഒരു ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ടു അച്ചീവ് സർട്ടൻ ഗോൾസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള പ്ലാനുകളുണ്ട്, ദീർഘകാലത്തേക്കുള്ള പ്ലാനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 2 തരം പ്ലാനുകളെ കുറിച്ചാണ് പറയുന്നത്. യു നോ, സർട്ടൻ പ്ലാൻസ് ഹാവ് എ ഷോർട്ട് ടേം പീരീഡ് ആൻഡ് ഹെൽപ്പ് ടു അച്ചീവ് ഓപ്പറേഷണൽ ഗോൾസ്. ഓക്കെ, ഇവിടെ 2 പ്ലാനുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, രണ്ടാമത്തേത് സ്റ്റാൻഡിംഗ് പ്ലാൻ. എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. സിംഗിൾ യൂസ് പ്ലാൻ, ഒരിക്കൽ മാത്രം ഉപയോഗിക്കാനുള്ള പ്ലാനിനെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റത്തവണത്തേക്കുള്ള ആസൂത്രണത്തെ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഈവൻറ്റ് ഓർ എ പ്രോജക്റ്റ്. ഒറ്റത്തവണ ചെയ്യാനുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, ഒറ്റത്തവണ ചെയ്യാനുള്ള ഒരു ഈവൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്ലാനിനെയാണ് വൺ ടൈം പ്ലാൻ അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വൺ ടൈം പ്ലാൻ സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു അച്ചീവ് എ പർട്ടിക്കുലർ ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം, അതിനുവേണ്ടി ഉണ്ടാക്കുന്ന പ്ലാനാണ്. ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നില്ല. ഇത് നോൺ റിക്കറിംഗ് ആണ്. ഈ പ്ലാൻ പിന്നെ നാളെ ഉപയോഗിക്കുന്നില്ല, അല്ലെ അടുത്ത ആഴ്ച വീണ്ടും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നോൺ റിക്കറിംഗ് ആയ പ്ലാൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാലാവധി, ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് പ്ലാനിൻ്റെ കാലാവധി, ആ പ്ലാൻ ലക്ഷ്യം വെക്കുന്നത് എത്ര കാലത്തേക്കാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാം. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ ടൈം പ്ലാൻ. ഇറ്റ് ഈസ് എ വൺ ടൈം പ്ലാൻ ഫോർ എ സിംഗിൾ ഈവൻറ്റ് ഓർ എ പ്രോജക്റ്റ്. സിംഗിൾ യൂസ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ നിങ്ങളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ ചില ചടങ്ങുകളൊക്കെ സിംഗിൾ യൂസ് പ്ലാനിലായി നടക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കണമെന്ന് വിചാരിക്കും, അത് ഒരു സിംഗിൾ യൂസ് പ്ലാനാണ്. അത് പിന്നെ ഉപയോഗിക്കേണ്ടാത്ത പ്ലാനാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലമാണല്ലോ. കോവിഡ് കാലത്ത് ജീവനക്കാരൊക്കെ പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതെ, കുട്ടികൾ എന്ന നിലക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരുമായി സംസാരിക്കാനോ, കൂട്ടുകാരുമായി ആശയവിനിമയം നടത്താനോ, പല ഇടപാടുകൾ നടത്താനോ, സൗഹൃദങ്ങൾ പുതുക്കാനോ സാധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരുതരം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, മനസ്സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് വിചാരിക്കൂ. അത് ഒരു സിംഗിൾ യൂസ് പ്ലാനാണ്. അത് നാളെ ആവശ്യമില്ലാത്ത പ്ലാനാണ്. അത്തരം പ്ലാനുകളെയാണ് നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളിൽ ബജറ്റ്, പ്രോഗ്രാംസ്, പ്രോജക്ട്സ് ഒക്കെ ഇതിൻ്റെ സിംഗിൾ യൂസ് പ്ലാനിൻ്റെ ഉദാഹരണങ്ങളാണത്. നമ്മൾ പിറകെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഈവൻറ്റിന് വേണ്ടി മാത്രമുള്ള, ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമുള്ള അത്തരത്തിലുള്ള പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്നുള്ളത്. ഇത് നോൺ റിക്കറിംഗ് നേച്ചറുള്ള ഒരു പ്ലാനാണെന്ന് മനസ്സിലാക്കുക. ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിൽ രണ്ടാമത്തേത് സ്റ്റാൻഡിംഗ് പ്ലാനാണ്. നേരത്തെ സിംഗിൾ യൂസ് പ്ലാനിനെ കൊണ്ടു പറഞ്ഞതുപോലെ തന്നെ
സ്റ്റാൻഡിംഗ് പ്ലാനിൻ്റെയും പേരിൽ നിന്ന് തന്നെ ആ പ്ലാനിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എ സ്റ്റാൻഡിംഗ് പ്ലാൻ ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലയളവിൽ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തയ്യാറാക്കുന്ന പ്ലാനിനെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനെടുക്കാവുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളെ ഉദാഹരണങ്ങൾ എടുക്കാവുന്നതാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലും സ്റ്റാൻഡിംഗ് പ്ലാൻ ഒരുപാടുണ്ട്. അത് സ്ഥിരമായി വേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഉപയോഗം കഴിഞ്ഞാൽ ഒഴിവാക്കി കളയുന്ന പ്ലാനല്ല, സ്ഥിരമായിട്ട് വേണ്ട പ്ലാനുകളെയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ് ബട്ട് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. ഇത്തരത്തിലുള്ള പ്ലാനുകൾ ഒരിക്കൽ രൂപപ്പെടുത്തുന്നു, ഓരോ സമയത്തും കാലാനുസൃതമായി അതിൽ വേണ്ട മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പോളിസി, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പോളിസി ഒരു സ്റ്റാൻഡിംഗ് പ്ലാനിൻ്റെ ഭാഗമാണ്. അത് ഓരോ സമയത്തും ഓരോ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും, അതിൽ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടേയിരിക്കും. ഈ പോളിസിയുടെ ഇല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ മെത്തേഡിൻ്റെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റാൻഡിംഗ് പ്ലാൻ ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്ത് നിരന്തരമായി വീണ്ടും വീണ്ടും റിക്കറിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് വേണ്ടിയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതിന് ഉദാഹരണമാണ് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി എങ്ങനെയാണ് ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം ഒരു പ്രത്യേക ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു കോമ്പറ്റീറ്ററോട് എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ തൊഴിലാളികളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, തൊഴിലാളികൾക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിൻ്റെ പോളിസി എന്താണ്, ഒരു പൊതുസമൂഹവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ പോളിസി, ഇതെല്ലാം പോളിസികളാണ്. ഒരു ഇഷ്യൂ വരുമ്പം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഈ പോളിസി ഒരിക്കൽ മാത്രമല്ല പിന്നെയും പിന്നെയും മാറി മാറി ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. നിയമവും അങ്ങനെ തന്നെയാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ഓരോ റൂൾസ് തയ്യാറാക്കി, തൊഴിലാളികൾ പാലിക്കേണ്ട റൂളുകൾ, സൂപ്പർവൈസേഴ്സ് പാലിക്കേണ്ട റൂളുകൾ, ആ റൂള് ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല, അത് നിരന്തരമായി പാലിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. ഇത്തരം പ്ലാനുകളെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും അല്ലാതെ മറ്റ് പലതരത്തിലുള്ള പ്ലാനുകൾ ബിസിനസ് സ്ഥാപനത്തിലുണ്ട്. ബേസ്ഡ് ഓൺ വാട്ട് പ്ലാൻസ് സീക്ക് ടു അച്ചീവ്. ഒരു പ്ലാൻ എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫിക്കേഷൻ നടത്താം. ബേസ്ഡ് ഓൺ വാട്ട് പ്ലാൻസ് സീക്ക് ടു അച്ചീവ്, ഇറ്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ആസ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം, ബജറ്റ്. ഇത്തരത്തിൽ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനുകളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ ടൈപ്പ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലാനിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. വേർ വി വാണ്ട് ടു ഗോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. ഇറ്റ് ഈസ് ഡിസൈഡ് ഫ്യൂച്ചർ പൊസിഷൻ. നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് എവിടെയാണ്, അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരു പ്രത്യേക പ്ലാനാണ്. വാട്ട് യു വുഡ് ലൈക്ക് ടു അച്ചീവ് എന്നുള്ളത്, ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഒരു പ്ലാൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റാണ് സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുന്നത്. ഓർഗനൈസേഷൻ നേടിയെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ നിർവചിക്കുകയാണ് ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്, നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിർവചിച്ച് രേഖപ്പെടുത്തുകയാണ് ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നത്. ഇത് ബിസിനസ് പ്ലാനിങ്ങിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മുടെ എല്ലാ സ്ട്രാറ്റജിയും രൂപപ്പെടുന്നത് ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്പെസിഫിക് ടേംസ്, ഇതിനെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തപ്പെടണം. മാത്രമല്ല അത് ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാവുകയും വേണം. ഇപ്പോൾ നമ്മൾ സെയിൽസിൽ വർധനവുണ്ടാവണം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വർധനവുണ്ടാവണം, അത് 10% 10% നിശ്ചയിക്കണം. നമുക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കണം, 5% പ്രോഫിറ്റ് വർദ്ധിപ്പിക്കണം. അങ്ങനെ കൃത്യമായ ക്വാണ്ടിറ്റേറ്റീവായ
ഒരു തലത്തിൽ തന്നെ അത് നിർവചിക്കപ്പെടണം. അത്തരത്തിലുള്ള പ്ലാനുകളെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മറ്റൊരു തരം പ്ലാനാണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന പദത്തിൻ്റെ അർത്ഥം തന്ത്രം എന്നാണ്. നമ്മൾ നേരത്തെ നിശ്ചയിച്ച് വെച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ സ്ട്രാറ്റജികൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ സാധാരണ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ഒരു കാര്യം, വീട്ടിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു എടുക്കണമെന്ന് തോന്നുമ്പോൾ അതിനാവശ്യമായ തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കാറില്ലേ? ഇത് ഒരു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് പ്ലാനാണ്. സാധാരണയായിട്ട് അതിന് 3 ഡയമെൻഷനാണുള്ളത്. ദർ ആർ 3 dimensions ഫോർ സ്ട്രാറ്റജിക്കൽ പ്ലാൻസ്. വൺ ഈസ് ഡിറ്റർമിനിങ് എ ലോങ് ടേം ഒബ്ജക്റ്റീവ്. ദീർഘകാലമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക്കൽ പ്ലാൻ്റെ ഒന്നാമത്തെ ആസ്പെക്റ്റ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു മാനം എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അഡോപ്റ്റിംഗ് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. അതിനാവശ്യമായ, ഇപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യം നിശ്ചയിക്കുകയും അതിനാവശ്യമായ കോഴ്സ് ഓഫ് ആക്ഷൻ നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആവശ്യമായ വിഭവങ്ങളുടെ സമാഹരണമാണ്. ഈ 3 ആസ്പെക്റ്റാണ്, ഈ 3 മാനങ്ങളിലാണ് നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്ന പ്ലാനിനെ കാണാൻ കഴിയുക. സ്ട്രാറ്റജി പ്ലാൻ പലപ്പോഴും, സ്ട്രാറ്റജി ഒരു പ്ലാൻ എന്ന നിലയിൽ പലപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് നമ്മുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത് പലപ്പോഴും അവരുടെ കോമ്പറ്റീറ്ററായിട്ടുള്ള, എതിരാളിയായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പ്ലാനിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ഒരു സോപ്പ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ലിവർ. അവരുടെ സോപ്പിന്, എല്ലാ സോപ്പുകൾക്കും ഒരു 10% വിലക്കുറവോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്കറ്റിൽ തന്നെ ഷെയറുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്പനിയുടെ സോപ്പ് കൂടുതൽ വിറ്റഴിക്കാൻ ആവശ്യമായ മറ്റൊരു തന്ത്രം നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത് നമ്മുടെ മാത്രം തീരുമാനപ്രകാരമല്ല, മറ്റ് നമ്മുടെ എതിരാളികളുടെ, നമ്മളോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്ലാനിൻ്റെ കൂടി ഒരു എഫക്റ്റ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും എന്നർത്ഥം. എൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ബിസിനസ് നടക്കുന്ന പല മേഖലകളിലും കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബലൈസേഷന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകത, നമ്മൾ ഇന്ത്യൻ കമ്പനികൾ മാത്രമല്ല വിദേശ കമ്പനികൾ പോലും നമ്മുടെ മാർക്കറ്റുകളിൽ വലിയ മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിൽ മത്സരം നടത്തുമ്പോൾ ഒരു കമ്പനി ഒരു പ്ലാൻ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ തയ്യാറാക്കി മാർക്കറ്റിൽ പുതിയ മികവുകൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അതിനെ മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആരും ആവിഷ്കരിക്കേണ്ടി വരും, മറ്റൊരു കമ്പനി ആവിഷ്കരിക്കേണ്ടി വരും. ഒരുപാട് ഉദാഹരണം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സാംസങ്ങും ആപ്പിളും തമ്മിലോ അല്ലെങ്കിൽ അതുപോലെ ഈ മൊബൈൽ നിർമ്മാതാക്കൾ തമ്മിലൊക്കെ കടുത്ത മത്സരമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ മോഡൽ ഇറങ്ങുന്നു, അതിൽ ക്യാമറയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും, ചിലപ്പം ഇല്ല കൂടുതൽ എന്താ പറയുക ബാറ്ററി ബാക്കപ്പ് കൂടുതലുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഫീച്ചറൊക്കെ നൽകിക്കൊണ്ട് ഒരു പുതിയ മോഡൽ ഇറക്കും. അപ്പോൾ അത് ഇപ്പം നിലവിലുള്ള മറ്റൊരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഏതൊരു മൊബൈൽ ഫോണിൻ്റെ മോഡലിന് തടസ്സമായി മാറും തോന്നുമ്പോൾ ഇവരെന്ത് ചെയ്യും, വേറൊരു മോഡൽ ഇറക്കും. അത് നമുക്ക് ബൈക്ക് നിർമ്മാണ മേഖലയിൽ കാണാം, കാറിൻ്റെ മേഖലയിൽ കാണാം. ഇത് ഒരു കമ്പനി ഏത് സ്ട്രാറ്റജിയാണോ നടപ്പിലാക്കുന്നത് അതിനെ മറികടക്കാൻ എന്ത് സ്ട്രാറ്റജി വേണമെന്നാണ് അപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി നമുക്ക് മറ്റൊരു പ്ലാനാണ് പോളിസി. പോളിസി എന്ന് പറഞ്ഞാൽ നയം. ഏതൊരു സ്ഥാപനത്തിനും ഒരു നയം ഉണ്ടാവും. ദിസ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്ന പ്രസ്താവനയാണ് ശരിക്കും നയം എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ് സ്ഥാപനമോ ഒരു ഉൽപ്പാദന കേന്ദ്രമോ നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. ആ വെല്ലുവിളി ഓരോന്ന് സമയത്തും ഡയറക്ടർ ബോർഡ് യോഗം കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല. ഒരു നയം രൂപീകരിച്ച് വെക്കും. ആ നയത്തിനനുസൃതമായിട്ടായിരിക്കും ഓരോ തീരുമാനവും. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബാക്കിൽ ഉണ്ടാവുക എന്താ, നയമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാട്ടിലുള്ള ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, അവർ ഈ വർഷത്തെ അവരുടെ ഡിഗ്രി അഡ്മിഷന് സാധാരണ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% മെറിറ്റും 50% മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൽ വരേണ്ട വിദ്യാർത്ഥികൾ ഒരു 80% മാർക്ക് കിട്ടിയ കുട്ടികളെ മാത്രമേ ഞങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിന് പരിഗണിക്കുകയുള്ളൂ. ഇതൊരു പോളിസിയാണ്. അപ്പോൾ ആ പോളിസി പ്രകാരം ഇനി എത്ര മാർക്ക് കുറഞ്ഞ കുട്ടികൾ വന്നാലും അവരെടുക്കില്ല.
അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു, മാർഗനിർദ്ദേശം കൊടുക്കുന്നു എന്തിന്, തീരുമാനമെടുക്കാൻ. അപ്പോൾ പോളിസി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പ്ലാൻ പ്രൊസീജിയറാണ്. ഇതും സാധാരണ ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ നടപടിക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. നടപടിക്രമം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രൊസീജിയേഴ്സ് ആർ റൊട്ടീൻ സ്റ്റെപ്സ് ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് നമ്മൾ നിശ്ചയിച്ച് വെക്കുന്നുണ്ട്, ലക്ഷ്യത്തിനനുസൃതമായ ആക്ടിവിറ്റീസ്. ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും അതിനുവേണ്ട കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള റൊട്ടീൻസ് ആണ് നിശ്ചയിക്കുന്നത്. അതാണ് പ്രൊസീജിയർ. ആ പ്രൊസീജിയർ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുക. ദേ ഡീറ്റെയിൽ ദി എക്സാക്ട് മാനർ ഇൻ വിച്ച് എനി വർക്ക് ഈസ് ടു ബി പെർഫോംഡ്. ഏതൊരു വർക്കും പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായ കൃത്യമായ ഒരു എന്താ പറയുക റൊട്ടീൻ സ്റ്റെപ്സ് നിശ്ചയിക്കുന്നത് പ്രൊസീജിയറാണെന്ന് അർത്ഥം. ഓക്കെ, ഇനി ഈ പ്രൊസീജിയേഴ്സിന് കൃത്യമായ സ്റ്റെപ്പുണ്ട്. ഒരു സ്റ്റെപ്പിൽ നിന്നും മറ്റൊരു സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ആർ സ്പെസിഫൈഡ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്. പ്രത്യേക സാഹചര്യത്തിൽ പാലിക്കേണ്ട ഘട്ടങ്ങളെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടാകും പ്രൊസീജിയറിൽ നടത്തും. ഇങ്ങനെ നിർവചിക്കുന്നത് കൊണ്ടാണ് ഈ പ്രൊസീജിയർ എന്ന ഈ പ്ലാൻ ഉള്ളത് കൊണ്ട് ഏതൊരു സർക്കംസ്റ്റാൻസിലും ഏതൊരു പ്രത്യേക സിറ്റുവേഷൻ വന്നാലും ആ സിറ്റുവേഷനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നർത്ഥം. ഇനി നമ്മൾ മറ്റൊരു പ്ലാനാണ് മെത്തേഡ്, രീതി എന്ന് പറയും. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രിസ്ക്രൈബ്ഡ് വേസ് ഓർ മാനർ ഇൻ വിച്ച് എ ടാസ്ക് ഹാസ് ടു ബി അക്കംപ്ലിഷ്ഡ് ടു അറ്റൈൻ എൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കേണ്ട രീതി ഏതാണ് എന്നുള്ളതാണ്. ഏത് രീതി സ്വീകരിച്ചാലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മളെ കോസ്റ്റ് അധികം നഷ്ടപ്പെടാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുക ഏത് രീതി സ്വീകരിച്ചാൽ ആണ്. മെത്തേഡ് മേ വാരി ഫ്രം ടാസ്ക് ടു ടാസ്ക്. ഓരോ ടാസ്കിനനുസരിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തിനനുസരിച്ച് മെത്തേഡിൽ വ്യത്യാസമുണ്ട്. അനുയോജ്യമായ ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ അതിനർത്ഥം നമ്മൾ സമയം ലാഭിച്ചു എന്നുള്ളതാണ്. സമയം നമ്മൾ സേവ് ചെയ്യുകയാണ്. മെത്തഡോളജി കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ സമയം കൂടുതൽ നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ഓപ്പറേഷനിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ മാനേജേഴ്സും ഒരേ ലെവലിലല്ല. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പോൾ എല്ലാ ലെവലിലും ഓരോ ലെവലിലും അനുയോജ്യമായ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പരിശീലനം നൽകുകയാണ്. ഇവിടെ ഒരു മീഡിയം ലെവലിലുള്ള അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള മാനേജേഴ്സിന് കൊടുക്കുന്ന പരിശീലനവും സൂപ്പർവൈസേഴ്സിന് കൊടുക്കുന്ന പരിശീലനവും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. സാധാരണ രീതിയിൽ ഒരു ഹയർ ലെവൽ മാനേജേഴ്സിനാണെങ്കിൽ ലെക്ചറിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന നിലയിലോ ആയിരിക്കും മിക്കവാറും ട്രെയിനിങ് കൊടുക്കുക. അതേസമയത്ത് സൂപ്പർവൈസറി ലെവലിലുള്ള മാനേജേഴ്സിനാണെങ്കിൽ ഒരു പക്ഷേ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് നൽകുക. ഇതാണ് മെത്തഡോളജിയിലെ വ്യത്യാസം. മെത്തഡോളജി മാറിക്കൊണ്ടിരിക്കും. ഓരോ ടാസ്കിനനുസരിച്ച്, ഗ്രൂപ്പിനനുസരിച്ച്, ലെവലിനനുസരിച്ച് മെത്തഡോളജി മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. ഓക്കെ, അടുത്തത് റൂളാണ്. റൂൾ നിങ്ങൾക്കറിയാം, നിയമം. നിങ്ങൾ ക്ലാസ്സിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, നിങ്ങൾ നാട്ടിൽ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, നിങ്ങൾ പൊതുസ്ഥലത്ത് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. റൂൾസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. റൂൾസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ്. അത് സ്റ്റേറ്റ്മെൻറ്റായി രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് റിജിഡാണ്, അത് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതാണ്. റൂൾസിനെ വേണമെങ്കിൽ നമുക്ക് സിംപിളസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ എന്ന് വിശേഷിപ്പിക്കാം. റൂൾസിന് നിയമങ്ങൾ പാലിക്കപ്പെടണം. നിയമങ്ങൾ പാലിക്കപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? എന്തിനാണ് നിയമങ്ങൾ? നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ വ്യത്യസ്തരായ ആളുകളുണ്ട്, വ്യത്യസ്തമായ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ഇതിൽ ഒരു റൂൾസ് കൃത്യമായി നിശ്ചയിച്ചാൽ മാത്രമേ ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പരിപാടി. ദീസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ പോയിന്റ്സ് മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങളാണ്. പ്രോജക്റ്റ് which outlines the objectives, policies, procedures, rules, tasks, resources to be employed and the budget to implement
എനി കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രോഗ്രാം. പ്രോഗ്രാമിൽ ഇതൊക്കെ വരുന്നു. നമ്മൾ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത്, അതിനാവശ്യമായ പോളിസി, ഒബ്ജക്റ്റീവ്സ്, പ്രൊസീജിയർ, റൂൾസ്, ടാസ്ക് ഒക്കെ ഉൾപ്പെടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അത് ഒരു പ്ലാനാണ്. നെക്സ്റ്റ് വൺ ഈസ് ബജറ്റ്. ബജറ്റ് നിങ്ങൾ കേട്ട വാക്കാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുന്നു. നമുക്ക് തന്നെ സ്വന്തമായൊരു ഫാമിലി ബജറ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നു, നിങ്ങൾ സ്വന്തമായൊരു ബജറ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ആവാം. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. കൃത്യമായ ന്യൂമറിക്കൽ ടേംസ്, സാംഖ്യികമായി അക്കങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ വിവരണങ്ങളാണ് ബജറ്റിലുണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളൊരു സെയിൽസ് ബജറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ സെയിൽസ് 10% വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ഫോർകാസ്റ്റ് ചെയ്യാണ് നമ്മൾ. 10% സെയിൽസ് വർദ്ധിപ്പിക്കണം, അതിനാവശ്യമായ ഒരു പ്ലാനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ പല മേഖലകൾ, പ്രൊഡക്ഷൻ രംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബജറ്റ് തയ്യാറാക്കാം. ബജറ്റ് ഒരു പ്രധാനപ്പെട്ട പ്ലാനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും പ്ലാനുകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. വ്യത്യസ്ത പ്ലാനുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓരോന്നും എന്താണെന്നും ഓരോന്നും മനസ്സിലാക്കി അവ തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ പഠനം പൂർത്തിയാവുന്നത്. ഓരോ പ്ലാനും മനസ്സിലാക്കുക, അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഉദാഹരണത്തിന് എന്താണ് നയവും നിയമവും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഒബ്ജക്റ്റീവ്സും പോളിസി തമ്മിലുള്ള വ്യത്യാസം, എന്താണ് സ്ട്രാറ്റജിയും റൂളും തമ്മിലുള്ള വ്യത്യാസം, ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും കൃത്യമായി വായിച്ചു പഠിക്കുക. അതോടൊപ്പം തന്നെ അവ തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കിയാൽ ഓരോന്നും വളരെ സ്പഷ്ടമായി നിങ്ങളുടെ മനസ്സിൽ തറക്കും, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട്. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്, ഈ ഭാഗങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നോട്ട് തയ്യാറാക്കണം. അതേപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ പിന്നാലെ കൊടുത്തിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യണം. അതിലൂടെ ഈ പാഠഭാഗം വളരെ ഭംഗിയായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനം പറഞ്ഞ വ്യത്യസ്തമായ പ്ലാനുകൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി ഒരു പട്ടികപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ ഭാഗം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ ശ്രദ്ധയോടെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.